തലഫനായിട്ടുള്ള സുബിയുടെ 2-3 ദിവസം റൂമിലിരുന്നിട്ട് വിജയിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചു തരാം. ചെങ്ങന്നൂർ വിജയ് ഫാൻസ് നടന്ന ഗോട്ട് പടത്തിൻ്റെ ഫാൻ ഷോന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഫാൻ കട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായത് ചങ്ങായി. ഈ ഫാൻ കട്ട് നമ്മൾ ചെയ്യുന്നത് തന്നെ തിയേറ്റർ കുലുക്കാൻ വേണ്ടിയിട്ടാണ്. തിയേറ്റർ കുലുക്കൂലേ സുബിയാണോ? പിന്നെ തിയേറ്റർ കുലുക്കാൻ. അപ്പോൾ ചെങ്ങന്നൂർ വിജയ് ഫാൻസിൻ്റെ കൂടെ ഇരുന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ കാണാൻ വേണ്ടി പോകുന്നത്. അവർ ആ ഫാൻസുകാർ എങ്ങനെ ഈ വീഡിയോ എടുക്കും, അവർ ഈ വീഡിയോ നമ്മുടെ ഫാൻ കട്ട് വീഡിയോ തിയേറ്ററിൽ കൊണ്ടാടുമെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത്. അടുത്ത ദിവസം ഓഫീസിൽ നിന്ന് സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് നമ്മുടെ ജോബിനോടും വരേനോടും ടാറ്റയും പറഞ്ഞ് പഞ്ച് ഔട്ടും ചെയ്ത് റൂമിൽ പോയി നേരെ നമ്മൾ വിജയിനെ പെൻഡ്രൈവിലേക്ക് ലോഡാക്കിയിട്ട് അന്നേരം തന്നെ നമുക്ക് ഈ ഓഫീസിൽ നിന്ന് നേരെ നമ്മൾ പോയിട്ടുണ്ടായത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ നിന്നാണ് നമുക്ക് ചെങ്ങന്നൂരേക്ക് പോകുന്ന ട്രെയിൻ ഉള്ളത്. അപ്പം ഞാൻ ഏറ്റവും കൂടെ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുബിയണ്ണൻ എഡിറ്റ് ചെയ്ത ഈ വീഡിയോ ഫാൻസുകാരെ കൂടി ഇരുന്ന് കാണുമ്പോൾ എന്തായിരിക്കും ആ വൈബ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 2-2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ആളെ എത്തിയാലാണെങ്കിൽ ഭയങ്കര മഴ. സ്വന്തം കട്ട്സ് കാണാനാണോ അല്ല പടം കാണാനാണോ? രണ്ട് വെയിറ്റിംഗ്. 1 o'clock ആയി. അപ്പോൾ ഇതൊരു 3 hours ഉണ്ട്. പുറത്ത് നല്ല മഴയാണ്. ബട്ട് എന്ത് മഴയായാലും സനവതിയെ കണ്ടിട്ട് നമ്മൾ പോകും. സുബിയണ്ണൻ്റെ ചെങ്ങായി ജിഷ്ണുണ്ണനാണ് നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായി. ചെങ്ങയ്യാന്ന് എടുത്ത വിജയ് ഫാൻസിൻ്റെ പ്രസിഡന്റ്. അപ്പോൾ നമ്മളെ കൂട്ടിയായിട്ട് നേരെ പോയത് തിയേറ്ററിലേക്കാണ്. ആടുന്ന് അവർ നമ്മളെ നേരെ കൊണ്ടുപോയത് പ്രൊജക്ടർ റൂമിലേക്കാണ്. കാരണം നമ്മൾ ഈ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത ഈ വീഡിയോ തിയേറ്ററിൽ വർക്ക് ആകുന്നുണ്ടെന്ന് നോക്കണമല്ലോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു പ്രൊജക്ടർ റൂമിൻ്റെ ഉള്ളിൽ കയറണം. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വിജയ് ഫാൻസിൻ്റെ മെമ്പേഴ്സിനെ കാണാം, തിയേറ്ററിൻ്റെ ആൾക്കാരെ കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ അവർ ഇട്ട് നോക്കിയിട്ട് അവരിത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തിയേറ്ററിൻ്റെ അകത്തോട്ട് പോയി. പക്ഷെ ഞാൻ പോയിട്ടാണ്. കാരണം ഞാൻ നേരെ തിയേറ്ററിൻ്റെ പുറത്ത് കഴിഞ്ഞു വന്നു. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ വീഡിയോ ഫാൻസുകാരെ കൂടെ ഇരുന്ന് ആ ഒരു ഓളത്തിൽ കാണണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മൾ വീഡിയോ ഓക്കെ ആയി എന്ന് വിവരം കിട്ടിയ സ്ഥിതിക്ക് നേരെ നമ്മൾ ജിഷ്ണുണ്ണൻ്റെ വീട്ടിലേക്ക് പോയി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ടിക്കറ്റ് ഫാൻ ഷോൻ്റെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ തിയേറ്ററിൽ എത്തുമ്പോഴേക്ക് അത്യാവശ്യം ആളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 മണിയായിട്ട് വന്നാലും തലവതിനെ കാണാനുള്ള ആവേശം കൊണ്ട് അത്യാവശ്യം ആൾക്കാരെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് സുബിയണ്ണൻ്റെ ചങ്ങായിമാരെയാണ്. അവരും സുബിയണ്ണൻ എഡിറ്റ് ചെയ്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിനെന്നാണ് പറയുന്നത്. ഒരു 3:30 ആകുമ്പോൾ തന്നെ അതാ മറച്ചു ആളായി. എല്ലാവരും തലപതി എന്ന് ഒറ്റ ആർത്ത് വിളിക്കാൻ തുടങ്ങി. ഒരു 1.5 കൊല്ലത്തിന് ശേഷം തലപതിനെ ബിഗ് സ്ക്രീനിൽ കാണാൻ പോകുന്നതിൻ്റെ ആവേശം എല്ലാവർക്കും ഉണ്ട്. പിന്നെ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പായിരുന്നു. വാതിൽ തുറക്കേണ്ട താമസം 4 വർത്തെ എല്ലാവരും കീഞ്ഞ് വാങ്ങി അവരെ സീറ്റ് പിടിച്ചു. ഒരു 1.5 മിനിറ്റ് കൊണ്ട് തന്നെ തിയേറ്റർ മൊത്തം ആളായി. ആൾ ഫുള്ളായിട്ടും വിത്തിൻ മിനിറ്റ്സ് തന്നെ ആദ്യം വന്നത് നമ്മളെ സുബിയണ്ണൻ കട്ട് ചെയ്ത വീഡിയോ ആണ്. വീഡിയോയുടെ കാര്യം ഒരു രക്ഷയില്ല. വീഡിയോ അടിപൊളി. പക്ഷെ അതിനേക്കാളും വലിയ വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലവതിനെ ഈ ഫാൻസുകാരെ കൂടി ഇരുന്ന് എൻജോയ് ചെയ്യുക പറഞ്ഞാൽ അതൊരു വൈബ് തന്നെയാണ്. അത് നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ എൻജോയ് ചെയ്യേണ്ട ഒരു വൈബാണ്. അപ്പോൾ അതാ നമ്മളെ സുബിയണ്ണൻ്റെ പേര് എഴുതി കാണിച്ചു. അത് കഴിഞ്ഞപ്പോൾ തന്നെ പടം തുടങ്ങി. വിജയണ്ണൻ്റെ എൻട്രി കഴിഞ്ഞു, ഡാൻസ് കഴിഞ്ഞു. ഇപ്പോൾ പടം കഴിഞ്ഞാൽ ഞാൻ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് വേഗം പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ നമുക്ക് ഒട്ടും സമയം ഉണ്ടായിട്ടില്ല. തിരിച്ച് എറണാകുളത്ത് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് നമ്മൾ നേരെ സുബിയണ്ണൻ്റെ ഫ്രണ്ട്സിൻ്റെ കാറ് കയറിയിട്ട് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് വെച്ച് പിടിച്ചു. എന്തായാലും സുബിയണ്ണൻ്റെ വീഡിയോ കണ്ടതും തലവതിനെ ബിഗ് സ്ക്രീനിൽ കണ്ടതും വെച്ച് നോക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. എറണാകുളത്തേക്ക് പോയതിന് ട്രെയിനിന് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായി. അപ്പോൾ ട്രെയിനിൽ കയറിയത് ക്ഷീണം കൊണ്ട് രണ്ടാളും കുറച്ച് സമയം കിടന്ന് ഉറങ്ങി. ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു. അവിടെ നമ്മൾ വണ്ടി എടുത്തിട്ട് വേഗം വെച്ച് പിടിച്ചു ഓഫീസിലേക്ക്. നമ്മൾ ഒരു 10-20 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടായി. എന്നാലും നമ്മൾ ഓഫീസിൽ ജോയിൻ ചെയ്തു. ഇൻട്രസ്റ്റിംഗ് വ്ളോഗുമായി വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. പാക്കലാം.